വീട്ടിൽ അമ്മയും അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമായിട്ട് അവരായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ എനിക്കൊരു ഐഡിയ തോന്നുന്നു, ഞായറാഴ്ചയല്ലേ, അപ്പം ഇവൻ അവരെ അടുത്താക്കി പോവാലോ. അപ്പോൾ ഞാനും ചേട്ടനും അപ്പം തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ വിട്ടു. അമ്മ നമ്മുടെ വീട്ടിലേക്കും പോയി. അവിടെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ വീട്. ഇവനെ കൊണ്ടപ്പോൾ അമ്മ നമ്മുടെ വീട്ടിലേക്കും പോയി. എവിടേക്ക് പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഉള്ളു വഴിയൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുള്ളിയിൽ കണ്ടുപോയി പോകുന്നത്. ഈ കാണുന്നത് നമ്മളെ തൃപ്പയാർ അമ്പലമുണ്ട്, ശ്രീരാമക്ഷേത്ര അമ്പലമാണ് കാണുന്നത് കേട്ടോ. എനിക്ക് വണ്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയതായിട്ടൊന്ന് മങ്ങിച്ചൊക്കെയുള്ള അഴക്കാറൊക്കെ ആയിട്ട് നിൽക്കണം. എന്നാൽ മഴ പെയ്യാൻ പാടില്ല. ഇവിടെയാണ് നമ്മുടെ വലിയേറ്റം ഷൂട്ട് ചെയ്ത വീടുള്ളത്. ഇതിൽ പോയെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അവിടേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ വലിയേറ്റം ഷൂട്ട് ചെയ്ത വീടാണ് ഈ കാണുന്നത്. ആകെ കാട് പിടിച്ച് കിടക്കണം. താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ പുല്ലും കാടൊക്കെ ആയിട്ട് ആകെ കിടക്കണം. ഞങ്ങൾ പോവേണ്ട വേഗം തന്നെ വല്ല പാമ്പും ചേമൊക്കെ ഉണ്ടെങ്കിൽ കാണില്ല. ആ ഓർമ്മകൾ മാത്രമായി പാട്ടിലത്തെ പോലെ തന്നെയാണ് എനിക്ക് ആ വീട് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. സത്യം പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് അറിയോ, ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിച്ചിരുന്നു. പക്ഷേ ഇവിടെ വീട് വെക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കും. പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോൾ കണ്ടില്ലേ, ചെളിയും കുത്തി അങ്ങോട്ട് നിങ്ങൾ കിടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കിടക്കാൻ പറ്റില്ല, കാരണം അവിടെ ആകെ ചെളി കുത്തി കിടക്കണോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത്. ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോസേ എടുക്കാൻ പറ്റില്ലായിരുന്നു. അവൻ്റെ ബൈക്കിൽ കൂടെ ഓടാനേ നേരെ ഉണ്ടാവുള്ളായിരുന്നു. പിന്നെ വേഗം പോകണം, കാരണം വെച്ചാൽ ഇവാനെ കൊണ്ടുവരാൻ നമ്മുടെ വീട്ടിലേക്ക്. ഇവാൻ ജനിച്ചപ്പോൾ മുതൽ കങ്കാരുൻ്റെ സഞ്ചി പോലെ എൻ്റെ ബൈക്കിൽ എപ്പോഴും ഈ ബാഗും ഉണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് 2 ചേട്ടന്മാർ നിന്നിട്ട് അവിടെ ചൂണ്ടിടുന്നുണ്ടായിരുന്നു. അതിന് വേറെ എവിടെയും കിടക്കാൻ പറ്റില്ല, നടുറോട്ടിൽ കയറിയാണ് കിടക്കണേ. ഒരു കൂസലും ഇല്ലാണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്നാലും അത് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മരം കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സീനറി കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഇന്ന് നമ്മൾ നേരെ വിട്ടു കേട്ടോ. അവർ മാത്രമല്ല കുറേ പേര് ചൂണ്ടിടുന്നുണ്ടായിരുന്നു. കുറേ പേര് ചൂണ്ടയെടുത്ത് നടന്ന് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഷാപ്പിലൊക്കെ ഉണ്ടോ. അവിടെ അടുത്തൊരു ഷാപ്പ് കണ്ടപ്പോൾ അവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് കള്ളയപ്പവും പിന്നെ താറാവിറച്ചിയും പോർക്കും കക്കയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ തന്നെ നല്ല മഴയൊക്കെ വന്ന്. കള്ള് ഷാപ്പാണെങ്കിൽ കള്ള് കുടിച്ചില്ല കേട്ടോ. പകരം ഞാൻ കോഫിയും ചേട്ടൻ ചായയും മേടിച്ച് കുടിച്ചു കേട്ടോ. ഗുപ്തന് ചായ ഊതി കുടിക്കാനാണ് ഇഷ്ടം എന്ന പോലെ ഞാൻ ഊതി കുടിച്ചു. നല്ല ചായ ആയിരുന്നു, നല്ല കോഫിയായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു കേട്ടോ. അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ട് പോകുന്നതും. ഇവ അവിടെയുണ്ട്, അവനെ കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ മുഖം ആകെ മാറി കേട്ടോ. കാരണം അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ വന്നത്. അവനാകെ അന്തം വിട്ടായി നിന്ന് പോയത്. പക്ഷെ അവൻ വരാൻ കൂട്ടാക്കില്ല, നല്ല കരച്ചിലായിരുന്നു. ലാസ്റ്റ് അമ്മ പറഞ്ഞു അതിലെ വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒക്കെയും പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.